വയനാട് ദുരന്തത്തിൽ കേരളം കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താത്തത് കൊണ്ടാണ് കേരളത്തിന് സഹായം കിട്ടാത്തത്, അല്ലെ കിട്ടേണ്ടുന്ന അർഹതയുള്ള സഹായം കിട്ടാത്തത്. കേരളം എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രണ്ടംഗ ബെഞ്ച് കേരളത്തെ സർക്കാരിനെ വിമർശിച്ചു എന്ന രൂപത്തിൽ വിവിധ മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയ കോലാഹല വാർത്തകൾ വന്നിരുന്നു. കേരള സർക്കാരിനെ ഹൈക്കോടതി കുടഞ്ഞു, നിലംപരിശാക്കി എന്നൊക്കെ പറഞ്ഞ് അത് ഹൈക്കോടതിയിലെ ചില പരാമർശങ്ങൾ അതിന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ പ്രേരിപ്പിച്ചു എന്ന വസ്തുതയും അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ കൃത്യമായ കണക്കുമായിട്ട് കോടതിയിൽ കേരളം എത്തി. അടുത്ത ആഴ്ച വീണ്ടും വ്യാഴാഴ്ച കണക്കുകൾ പരിശോധിക്കും, കേരളം ആ കണക്കുകൾ ഹാജരാക്കുക എന്ന് കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ ഇന്നലെ വീണ്ടും കോടതി കൂടിയിട്ട് എന്താണ് സംഭവിച്ചത്? മല എലിയെ പ്രസവിച്ച പോലെയായിപ്പോയി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതൊന്നുമല്ല സത്യം. കോടതിക്ക് മുമ്പിൽ വിവിധ വിഷയങ്ങളുടെ വിശദാംശങ്ങൾ കിട്ടാഞ്ഞതുകൊണ്ട് കോടതി പറഞ്ഞ ചില അഭിപ്രായങ്ങൾ പോലും അത് കുറച്ചുകൂടി വിശദീകരിച്ച് തിരുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. കേരളം പറഞ്ഞതാണ് ശരി എന്ന് വീണ്ടും കാര്യങ്ങൾ വന്നിരിക്കുന്നു. മല എലിയെ പ്രസവിച്ച പോലെയായി മാധ്യമ റിപ്പോർട്ടുകൾ. അപ്പൊ ഈ രണ്ടംഗ ബെഞ്ച് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും S ഈശ്വരനും കഴിഞ്ഞ ദിവസം കേരള സർക്കാരിനെ സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അല്ലെ, കേരള സർക്കാരിനൊപ്പം നിന്നുക. എന്താണ് കോടതി പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന് ഇന്നലെ പറഞ്ഞത് നമ്മൾ അന്തരം നമ്മൾ നോക്കണം. അതായത് കേരള സർക്കാർ തുറന്ന മനസ്സോടെ കേന്ദ്ര സർക്കാർ തുറന്ന മനസ്സോടെ കേരളത്തെ സഹായിക്കണമെന്ന് ഇന്നലെ കോടതി പറഞ്ഞു, ഹൈക്കോടതി. എന്താ കാര്യം? കേരളത്തിന് അർഹതപ്പെട്ടതാ കേരളം ചോദിക്കുന്നത്, അത് തരുന്നില്ല, ഇതുവരെയും തരുന്നില്ല. കേന്ദ്ര സർക്കാർ തുറന്ന മനസ്സോടെ കേരളത്തെ സഹായിക്കണം. കോടതി പറഞ്ഞതാണ്, ഞങ്ങൾ പറയുന്നതല്ല. ഹൈക്കോടതി മാനദണ്ഡങ്ങളുടെ പേരിൽ ദുരന്ത നിവാരണത്തിന് അധിക സഹായം നൽകരുത് ഹൈക്കോടതി പറയുകയാണ്. ഹൈക്കോടതി എന്ത് പറഞ്ഞു? മാനദണ്ഡങ്ങളുടെ പേരിൽ ദുരന്ത നിവാരണത്തിന് അധിക സഹായം നൽകാതിരിക്കുന്നത് ശരിയല്ല, നൽകാതിരിക്കരുത്. ആര്? കേന്ദ്രം കൊടുക്കണം. അതിനുള്ള കണക്കുകൾ കേരളം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ അതും കേരളം കൊടുക്കാൻ തയ്യാറാവണം. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് അടുത്ത ഹിയറിംഗിൽ ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കണം കേരള സർക്കാർ. ഇതാണ് പറഞ്ഞത്. അപ്പോൾ സഹായം ലഭ്യമാക്കാൻ മധ്യസ്ഥതയ്ക്ക് കേരള ഹൈക്കോടതി തയ്യാറാണ്. ഈ ബെഞ്ച് പറഞ്ഞു, ഞങ്ങൾ മധ്യസ്ഥതയ്ക്കും തയ്യാറാണ്, സഹായം ഉറപ്പാക്കാൻ, ലഭ്യമാക്കാൻ. കൂടുതൽ സഹായം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ ന്യായമാണ്. സഹായം തരണം. തരാതിരുന്നിട്ട് തന്നു അല്ലെ തരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി SDRF, അന്നത്തെ വലിയ തർക്കം അതാണ്. SDRFിൽ എത്ര കാശ് ബാക്കിയുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഇതെല്ലാം കൃത്യമായിട്ട് വിശദീകരിച്ചുകൊണ്ട് ചുരുക്കി ബാക്കി കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് SDRF, എന്താണ് NDRF എന്നൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചതാണ്. അപ്പൊ SDRF സംസ്ഥാനത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടാണ്. അതിൽ ബാക്കിയുള്ള തുക എന്താണെന്ന് കോടതി അന്ന് ചോദിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പം ഇന്നലെ കോടതിയിൽ അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. എത്ര കാശ് ബാക്കിയുണ്ട്? ഈ പറയുന്ന പോലെ ആനമയിൽ ഒട്ടകമൊന്നും അതിൻ്റെ അകത്തില്ല, കുറച്ച് കാശേ ഉള്ളൂ. ആ കാശ് വയനാട്ടിൽ മാത്രം എടുത്ത് ചെലവഴിക്കാനും കഴിയില്ല എന്ന് മുമ്പ് പറഞ്ഞ അതേ നിലപാട് തന്നെ ഇന്നലെയും കോടതിയിൽ ബോധ്യപ്പെട്ടു. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. എന്താണ്? അപ്പോൾ ആ കണക്ക് ഇങ്ങനെയാണ്. ബാക്കിയുള്ള തുകയുടെ വിനിയോഗം വിശദീകരിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി 18-നകം റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ SDRFിൽ ബാക്കിയുള്ളത് ആകെയുള്ളത് 700.5. അപ്പോൾ 700 കോടി എടുക്കുക. 700 കോടി രൂപയാണ് ഈ ഫണ്ടിൽ കാണിക്കുന്നത്. എന്നാൽ വയനാട്ടില് മുണ്ടക്കയിലോ ചൂരൽമലയിലോ ഈ തുക മുഴുവൻ ചെലവഴിക്കാൻ മാനദണ്ഡം അനുവദിക്കുന്നില്ല. ഏത്? കേന്ദ്ര സർക്കാർ മാനദണ്ഡം അനുവദിക്കുന്നില്ല. മാനദണ്ഡം മാറ്റിയാലേ ചെലവഴിക്കാൻ പറ്റുമെന്ന് കേരളം ബോധ്യപ്പെടുത്തി, നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിയതാണ്. ഇനി ഇതിൽ ഈ 700 കോടിയിൽ 638.95 കോടി, 639 കോടി എന്ന് കൂട്ടിക്കോ. അത് മുൻകാല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാനുള്ള തുകയാണ്, പെൻഡിങ് ആണ്, കൊടുക്കാനുള്ള തുകയാണ്. അതെടുത്ത് വയനാട്ടിൽ ചെലവഴിക്കാൻ വകുപ്പില്ല. അപ്പോൾ അത് കൊടുത്തു തീർക്കാനുള്ള പണമാണ്. അപ്പം അതുകൂടി തട്ടിച്ചു കഴിഞ്ഞാൽ SDRFിലുള്ളത്, സംസ്ഥാനത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിലുള്ളത് ആകെ 61.55 കോടി രൂപ മാത്രം. ഈ പറഞ്ഞ ആനത്തുകയൊന്നും ആനമൊട്ടയൊന്നും അതിൻ്റെ അകത്തില്ല എന്ന് കോടതിക്കും ബോധ്യമായി. കേരളം പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമായി. ഇനി ഈ നിബന്ധന പ്രകാരം, കേന്ദ്ര നിബന്ധന പ്രകാരം പുനരധിവാസത്തിന് ഭൂമി വാങ്ങാൻ ആ പണം ഉപയോഗിക്കാൻ പറ്റില്ല.
ഇപ്പോൾ അവിടെ ടൗൺഷിപ്പ് വയനാട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിലോ മറ്റ് ഭൂമി വാങ്ങി വീട് വെക്കണമെങ്കിൽ അതിന് ഭൂമി വാങ്ങാൻ ഈ തുക SDRF ഫണ്ടിലും ഈ തുക ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ കേന്ദ്രം പുതിയ മാനദണ്ഡം പുറപ്പെടുവിക്കണം. ഇതെല്ലാം ഹൈക്കോടതിക്ക് ബോധ്യമായി. ഇനി റോഡ്, വീട്, പാലം തുടങ്ങിയവയ്ക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുകയ്ക്ക് പരിമിതി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. പരിമിതിയുണ്ട്. ഒരു വീടിന് 1.5 ലക്ഷം രൂപയാണ് തരുന്നത്, അല്ലെങ്കിൽ ഒരു റോഡിന് 70,000 രൂപ. ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ഉന്നയിച്ചതാണ്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനും സാധ്യതയില്ല, മുഴുവൻ ചെലവഴിക്കാൻ പറ്റില്ല. മാനദണ്ഡത്തിൽ കേന്ദ്രം ഇളവ് വരുത്തണമെന്ന് കോടതിയിൽ കേരളം വീണ്ടും ആവശ്യപ്പെട്ടു. ഇത് കോടതിക്ക് ബോധ്യപ്പെട്ടു. നിലവിലെ മാനദണ്ഡം പാലിച്ചാൽ SDF-ൽ നിന്നും 77.9 കോടി രൂപ മാത്രമേ ചെലവഴിക്കാൻ സാധിക്കൂ. അത്രയും തുക ഫണ്ടിലില്ല എന്ന് മനസ്സിലായല്ലോ. ഇനി കേന്ദ്രം തന്ന ഒരു 682 കോടിയുടെ കണക്ക് കേന്ദ്രമന്ത്രി ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ഈ 682 കോടി രൂപ SDRF-ലേക്ക് തന്നു പറയുന്ന കടലാസ് തുകയാണ്. അങ്ങനെ തരണമെന്ന് അവിടെ കേന്ദ്രത്തിൽ ഇവരൊരു മീറ്റിംഗ് കൂടി തീരുമാനിച്ചു. അത് തൽക്കാലം അങ്ങനെ വകയിരുത്ത് എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തത് മിനിറ്റ്സാണ് മന്ത്രി ലോക്സഭയിൽ വായിച്ചത്, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി. എന്നിട്ട് മിനിറ്റ്സിൽ എഴുതി വെച്ചാൽ ഈ തുക അക്കൗണ്ടിൽ എത്തുമോ? SDRF-ന്റെ അക്കൗണ്ടിലേക്ക് ഈ തുക വന്നിട്ടില്ല എന്ന് കുറേ ദിവസങ്ങളായിട്ട് കേരള സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് കോടതിയിലും കഴിഞ്ഞ ആഴ്ച ബോധ്യപ്പെട്ടത്. ഈ ആഴ്ച ഇന്നലെ കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു തുക വന്നിട്ടില്ല. അത് കടലാസ് തുക മാത്രമാണ്, എഴുതി വെച്ചതല്ലാതെ ഇവിടുത്തെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ പണം 682 കോടി രൂപ എത്തിയിട്ടില്ല. പിന്നെ അത് എത്തി എന്ന് എങ്ങനെ കേരള സർക്കാരിന് പറയാൻ കഴിയും? അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു ഫൈനൽ കണക്ക് ഇത്രയൊക്കെയാണ് എന്നുള്ളത് ഓൾറെഡി ഇതൊക്കെ കൊടുത്തതാണ് കേരളം. ഇനി കോടതി പറഞ്ഞ പ്രകാരം ഒരു ശ്രമം കൂടി നടത്തുക, കേരള ഹൈക്കോടതി വേണേ മധ്യസ്ഥത വഹിക്കാം എന്നൊക്കെ പറയുന്ന സ്ഥിതിക്ക് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് കോടതിയെ ബഹുമാനിച്ചുകൊണ്ട് കേരളം ഒരു ശ്രമം കൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ തുക കിട്ടാൻ വേണ്ടി SDRF-ലേക്ക് കൂടുതൽ തുക കിട്ടാൻ വേണ്ടി ഒരു നീക്കം, പിന്നെ സ്പെഷ്യൽ പാക്കേജ് 2000-ലധികം കോടി രൂപയുടെ വയനാട് റീബിൽഡിംഗ് പാക്കേജ്, പുനരധിവാസ പാക്കേജ്, ടൗൺഷിപ്പ് ഒക്കെ ഉൾപ്പെടെ നിർമ്മിച്ചെടുക്കാനുള്ള അതിനും ഒരു ശ്രമം കൂടി തൽക്കാലം കേരള സർക്കാർ നടത്തുക. നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോട് തന്നെ മുന്നോട്ട് പോകാം. ഈ കോടതി ഏതായാലും ഇത് മനസ്സിലാക്കിയില്ല, കോടതി അംഗീകരിച്ചല്ലോ. കേരളം പറയുന്നതാണ് ശരി, കേന്ദ്രം സഹായിച്ചേ മതിയാവൂ, അധിക സഹായവും വേണം, അതിന് കോടതി മുൻകൈ എടുക്കാം, മധ്യസ്ഥത വഹിക്കാം എന്ന് പറയുമ്പോൾ നമ്മളതിനെ തീർത്തും പോസിറ്റീവായിട്ട് തന്നെ കാണുക. കോടതിയെ ഈ കാര്യത്തിൽ നമുക്ക് അഭിനന്ദിക്കുക തന്നെ വേണം.